അഗൈൻ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഏജ് ഡോക്ടേഴ്സിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, ശ്രീ ജിനു വൈക്കത്ത്, ശ്രീമതി അഞ്ജു ജിനു, ഹരീന്ദ്രൻ, അതുപോലെ അതിൻ്റെ പുറകിലുള്ള എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് വിശ്വാസം. 2.5 മണിക്കൂർ എല്ലാവരും ഇരുന്ന് കണ്ടു. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ലോണം എൻജോയ്. ബ്യൂട്ടിഫുള്ളി ഡൺ. നല്ലൊരു ക്യാരക്ടർ. ബ്യൂട്ടിഫുൾ. അടിപൊളി അടിപൊളി. ഗുഡ് ജോബ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. അടിപൊളി. നന്നായിട്ടില്ല. സൂപ്പർ സൂപ്പർ. അടിപൊളിയാണ്. വളരെ നന്നായിട്ടുണ്ട്. പിള്ളേർ പൊളിച്ച് അടിപൊളിയായിരുന്നു. വളരെ നല്ല അഭിപ്രായം. കുവൈറ്റിൽ ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ് നമ്മൾ മൊബൈലിലേ കണ്ടിട്ടുള്ളൂ. തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ നല്ല അഭിപ്രായം. വളരെ എല്ലാവിധ ആശംസകളും ഇനിയുള്ള ഉദ്യമങ്ങൾക്ക്. തീർച്ചയായും നന്നായിട്ടുണ്ട്. വളരെ കുഴപ്പമില്ല. ഇവിടെ നിന്നുള്ളൊരു സംരംഭം എന്ന നിലയിൽ നമുക്ക് കുറേ പരിമിതികളുണ്ടെങ്കിലും നന്നായിട്ടുണ്ട്. ആ ഒരു ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പലരും നന്നായിട്ടുണ്ട്. ഹലോ സൂപ്പർ. കൊള്ളാം. അടിപൊളിയായിരുന്നു. നല്ലതായിട്ടുണ്ടായിരുന്നു. കൊള്ളാം. സൂപ്പർ. നല്ലായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. വെരി ഗുഡ്. സൂപ്പറായിട്ട് ഗംഭീരമായിട്ട് നന്നായിട്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. സൂപ്പർ. വളരെ നന്നായിരുന്നു. നല്ലൊരു എൻ്റർടൈനിങ് സീരീസാണ്. എന്തായാലും ഇരുന്ന് കാണണം. സൂപ്പർ. Super. Very good. First time in Kuwait was awesome. It was really nice. Adim wal avasanam, it was really, I laughed a lot and it was a mood changer. Thank you so much. Mood changer. And Andy Amma of course kalaki, pillachum kalaki, pillar ellarum kalaki. Thank you so much. Thank you so much. സൂപ്പറായിരുന്നു. How did you find it? Exciting experience. നല്ലൊരു ചാൻസ് ആയിരുന്നു. Pleasure to see a work like this come out from Kuwait. The team at Kuwait has always been creative and it's wonderful to see a work on that. Great. Well done to the team. തുടക്കത്തിൽ കുറച്ചൊരു ഡള്ളായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വളരെ നല്ലൊരു വേറിട്ടൊരു ശ്രമവും ഒടുവിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വളരെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നു. എന്തായാലും ഇതൊരു പ്രവാസ ലോകത്തെ വേറിട്ടൊരു ശ്രമമാണ്. ഇത്തരം ഒരുപാട് കലാകാരന്മാർ ഒന്നിച്ച് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഈ ഒരു സംരംഭം വിജയിക്കട്ടെ എന്ന് മാത്രമാണ്
പറയാനുള്ളത്? എന്താ പറയുക, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു അത്. എന്താ പറയുക, അതിന് വാക്കുകളില്ല. അടിപൊളി, എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. അതിന് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇതെല്ലാം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഓക്കെ, എല്ലാം ഓക്കെ. താങ്ക് യു. അടിപൊളി, സൂപ്പറായിരുന്നു. നല്ല നൈസ്, നല്ല എഫേർട്ട്, അമേസിംഗ്. What is your experience? നന്നായിട്ടുണ്ട്. Use any better any improvement that can be ഇല്ല, ഇതൊരു ആദ്യത്തെ ഇതുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല അടിപ്പടി ഉദ്ദേശിച്ചിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, 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 താങ്ക് യു. സൂപ്പറായിരുന്നു. എല്ലാവരുടെ അഭിനയം തകർത്തു. അതെ, നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അമ്മായി അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും നമ്മുടെ പിള്ളേച്ചനെ പൊളിച്ചു. താങ്ക്സ് ലോട്ട്. നന്നായിട്ടുണ്ടായിരുന്നു. Let me find out. Very nice. All of you have done a good job. You guys enjoy? Very much. Thank you so much. It was okay. It was okay. അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു, നല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്താന്ന് വിചാരിച്ചു ചോദിച്ചത്. കുറേ പേരുണ്ട് അതിനകത്ത്. പിള്ളേച്ചൻ ഓഫ് കോഴ്സ് നല്ലതായിരുന്നു. അടിപൊളിയല്ലായിരുന്നോ? നമ്മുടെ സ്വന്തം പരിപാടിയല്ലായിരുന്നോ? എനിവേസ്, പിള്ളേച്ചൻ പൊളിച്ചു. പിള്ളേരും മക്കളും അടിപൊളിയായിരുന്നു. സോ ഷുവർ, താങ്ക് യു. കലക്കി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ടുണ്ട് പരിപാടിയൊക്കെ, അടിപൊളിയായിരുന്നു. പിള്ളേച്ചനും രാഹുൽ രാഹുൽ സൂപ്പറായിരുന്നു. പിള്ളേച്ചനും സൂപ്പറായിരുന്നു. അല്ല, ഇത് ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അത് ഒരു നല്ല രീതിയിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. ഒരു സന്തോഷം. താങ്ക് യു. എക്സ്പീരിയൻസ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നു. അതെ, ഞങ്ങൾ എങ്ങനെയായിരിക്കും പ്രേക്ഷകരെ സ്വീകരിക്കുന്നതെന്നുള്ളത്. ആദ്യം ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വന്നിരിക്കുമ്പോൾ ദൈവമേ എങ്ങനെയായിരിക്കും ഇത് കഴിയുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. കാരണം എല്ലാവരും നല്ലൊരു നല്ല റിവ്യൂസ് ആണ് പറഞ്ഞത്. ഇത് ശരിക്കും ഞങ്ങളുടെ ഒരു 1 year ജേണിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒത്തിരി പേരുടെ ഒരു ഹാർഡ് വർക്ക് ആയിരുന്നു. അത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഇത് കൊണ്ടുവരാൻ സാധിച്ചതിൽ ശരിക്കും ഒരു തിയേറ്ററിൽ പോയ ഒരു ഫിലിമൊക്കെ, ഫസ്റ്റ് ഫിലിമൊക്കെ നമ്മളെ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു ഭയങ്കര ഹാപ്പിയാണ്. ചേച്ചി പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞ ഒരു വർഷത്തെ ഒരു ജേണിയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും. ഒത്തിരി ഹാർഡ് വർക്കുണ്ട്. ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം പുള്ളിക്കാരിയുടെ ഇഷ്യൂ കാരണം വരാൻ പറ്റിയില്ല. അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇന്നൊരു സങ്കടം. അത് തന്നെ, ഞങ്ങളുടെ ഭയങ്കരമായിട്ട് മിസ്റ്റേഷനൊക്കെ ആയിട്ട് പോയിരുന്നത്. ഭയങ്കര എൻജോയ് ചെയ്ത് നല്ല റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഈ ഒരു 1 year ഞങ്ങൾ കൊണ്ടുപോയത്. ശരിക്കും ഞങ്ങൾക്ക് ഇത് കണ്ടവർ നമ്മളോട് പറഞ്ഞിരുന്നു, അയ്യോ ഞങ്ങൾക്ക് ഇതിലൊരു പാർട്ട് ആവാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. അത് തന്നെ നമ്മൾ അതിലൊരു വിജയമായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അവർക്കത് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചതും അത് ആദ്യം കാണാൻ സാധിച്ചതൊക്കെ ഭയങ്കര സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ വിചാരിച്ചില്ല ഇതിങ്ങനെ ഇവിടെ വരെ എത്തിച്ചേരും എന്നുള്ളത്. പക്ഷേ ഫൈനലി എത്തിയതിൽ വളരെ വളരെ സന്തോഷം. ലൊക്കേഷൻ കംപ്ലീറ്റ് കുവൈറ്റ് ആയിരുന്നു. നമ്മൾ വേറെ എവിടെയും അങ്ങനെ ഔട്ട്സൈഡ് കുവൈറ്റ് പോയിട്ടില്ല. കുവൈറ്റ് ഇത്രയും ചെറിയൊരു രാജ്യത്ത് നിന്ന് നമ്മൾ ഇതിൻ്റെ എല്ലാ പരിമിതികളിലും നിന്നിട്ട് നമ്മൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും ഒരു കോപ്പറേഷനും ഹാർഡ് വർക്കും ഡെഡിക്കേഷനൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ജിൻ ചേട്ടൻ, ഹരി ചേട്ടൻ, പിന്നെ ആൾക്കാർ എല്ലാവരും തന്നെ എഡിറ്റിങ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി പേരുണ്ടാവും. ഡയറക്ടർ നമ്മുടെ ഹരിച്ചേട്ടൻ ഡയറക്ഷൻ അടിപൊളി. നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ
നമുക്കൊരു ഫ്രീഡം ഒക്കെ തന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞു തന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു റിലാക്സ്ഡ് ആവും. നമുക്ക് ആദ്യം ഇതിലേക്ക് ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് വരുമ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അയ്യോ ബാക്കി എല്ലാവരും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒക്കെ ദൈവമേ വരുമ്പോൾ ഇവരോടൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ വന്ന ഹരിയേട്ടനെ മീറ്റ് ചെയ്തപ്പോൾ ആ ടെൻഷൻ കംപ്ലീറ്റ് പോയി. ഡയറക്ടർ പിന്നെ ജിനുചേട്ടനാണെങ്കിലും പിന്നെ എസ്പെഷ്യലി ക്യാമറ രതീഷ് അമ്മാസുണ്ട്, വിഷ്ണു, എല്ലാവരുടെയും ഭയങ്കര സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് അങ്ങനെ ഷൂട്ടിങ് ആദ്യമൊക്കെ വരുമ്പോൾ ഈ ഷൂട്ടിങ്ങിന് പോകണമല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. പിന്നെ ഓരോ ദിവസം നമ്മൾ ഇന്ന് ഷൂട്ടുണ്ടോ നാളെ ഷൂട്ട് അങ്ങനെയായി. കാരണം നമുക്കൊരു ഫാമിലി പോലെയായി. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു ഇതാണ് ഇതിൽ റിസൾട്ടാണ് കാണാനുള്ളത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷിച്ചതിലും ഒരുപാട് ആൾക്കാർ വന്നു. ഈ ഓഡിറ്റോറിയം ഫുൾ നിറഞ്ഞു. ഭയങ്കര സന്തോഷം. അതെ എക്സ്പെക്ട് ചെയ്തതിലും ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും കാണാൻ സാധിച്ചതിലും എല്ലാവരും നല്ല നല്ല റിവ്യൂസുമാണ് പറയുന്നത്. ഈ 2.5 മണിക്കൂർ അവരിരുന്ന് കണ്ടു, അവരുടെ സന്തോഷം പങ്കിട്ടു. Anyway, thank you so much.